ട്രിവാൻഡ്രം സിറ്റിയിൽ 34 ലക്ഷത്തിനകത്ത് നമുക്കൊരു വീട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അന്തിയൂർക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 2 ബെഡ്റൂമുള്ള ഒരു വീടാണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 600 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷനിൽ എത്താൻ പറ്റും. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. വേറെയും നമുക്ക് ധാരാളം വീടുകൾ കാണാൻ സാധിക്കും. അതിനകത്തുള്ള ഒരു വീടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 600 സെൻറ്റിൽ 700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഒറ്റ നില വീട് 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കാണാം. നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, ഇത്രയും സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കിണർ നമുക്കിവിടെ പൈപ്പ് നമുക്ക് വാട്ടർ സോഴ്സായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നമുക്ക് പുറകു സൈഡിലാണ് കിണർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതാണ് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയർ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് വരുന്നത്. ഇനി നമുക്കിവിടെ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. 8x4 ഡയമെൻഷനുള്ള ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഫ്രണ്ട് ഡോറ് വരുന്നത്. ഫുള്ള് തന്നെ പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്കിവിടെ ഫ്രണ്ട് എൻട്രൻസ് ഡോറ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലിവിങ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 14x9 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്താണ് ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് ഉണ്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ ഒരു TV യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. 14x8 ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സീലിംഗ് കൊടുത്തിട്ടുള്ളത്. അവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. 14x8 ഡയമെൻഷനാണ്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇത് നമുക്കൊരു 8x8 ഡയമെൻഷനിലാണ് നമുക്കിവിടുത്തെ സ്പേസ് വരുന്നത്. ഇപ്പോൾ മൾട്ടിവുഡിലാണ് നമുക്ക് ഇവിടുത്തെ ക്യാബിൻസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു കിച്ചന് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെയായിട്ട് മുകളിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു കിച്ചൺ നമുക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് കണ്ടോ ഇവിടെ ഒരു വാഷിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് ഇവിടെ വരുന്നുണ്ട്. ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റോറേജ് സ്പേസ്, താഴെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ഡൈനിങ് ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ആ ഭാഗത്തും തൊട്ടിപ്പുറത്ത് കണ്ട ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചയോടെ കയറി കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x9 ഡയമെൻഷനിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഒരു 2 ഡോറ് വരുന്ന നടുക്ക് ഒരു മിററൊക്കെ വരുന്ന ടൈപ്പിൽ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അകത്ത് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടൈലിംഗ് ഒക്കെ വരുന്നത്. ഇവിടെ ഒരു മിറർ, സിങ്ക്, എല്ലാ സംഭവവും നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഉണ്ടോ, ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് സൈസ് വരുന്നത് 10x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്താണ് നമുക്കിവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു വാർഡ്രോബ്, അപ്പുറത്ത് കണ്ട ഒരു ടൈപ്പിലുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഈ ടൈലിംഗ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ, സിങ്ക്, എല്ലാ സംഭവവും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 34 ലക്ഷമാണ്. അത് ചെറിയൊരു നെഗോഷ്യബിളും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ളതോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ളതായാലും ട്രിവാൻഡ്രത്ത് നിങ്ങൾ വീട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള ടൈപ്പ് വീട് നമ്മുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് വരിക. ഓക്കെ, ബൈ.